നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നളനും ദമയന്തിയും 3-4 ദിവസം പട്ടിണിയൊക്കെ കിടന്ന് നാട്ടുകാരോ പ്രജകളോ ഒന്നും സഹായിച്ചില്ല. പുഷ്കരൻ പ്രത്യേകം വിളംബരം ചെയ്ത് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ആരും അവരെ സഹായിക്കാഞ്ഞത്. അങ്ങനെ അവര് നടന്ന് ഒരു വനപ്രദേശത്തെത്തി. അവിടെ ഒരു ദിവസം കുറെ സ്വർണ്ണ ചിറകുകളുള്ള പക്ഷികൾ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചിറകില് തൂവല് കിട്ടിയാൽ അത് സ്വർണമല്ലേ, അപ്പോൾ അത് പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നളൻ തൻ്റെ ഉടുത്തിരുന്ന വസ്ത്രം ഊരി ആ പക്ഷികൾക്ക് വല വീശി. ആ വല വീശിയപ്പോൾ പക്ഷികൾ ആ വസ്ത്രവും കുത്തിക്കൊണ്ടങ്ങ് പറന്നിട്ട് പറഞ്ഞു, അല്ലയോ നള, നീ ഒറ്റ വസ്ത്രം കൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ദുഃഖം തോന്നി. പക്ഷെ എന്നാൽ ഇപ്പം ഞങ്ങൾ സന്തോഷിക്കുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ആ ചതുരംഗത്തിലെ കരുക്കളായിരുന്നു. അപ്പം മൊത്തത്തിൽ യാതൊന്നുമില്ല, ഉടുവസ്ത്രം പോലും നളന് നഷ്ടപ്പെട്ടു. അങ്ങനെ വനത്തിലൂടെ വീണ്ടും അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വഴിയിൽ കാണുന്നിടത്ത് കിടന്നുറങ്ങുക. പായ വല്ലതും ഉണ്ടോ? പായോ മറ്റേ ഒന്നുമില്ലല്ലോ. അപ്പൊ വഴി കിടന്നുറങ്ങിയപ്പോൾ ഒരു ദിവസം നളൻ വിചാരിച്ചു, രാജ്യത്തെ എല്ലാ സുഖഭോഗങ്ങളും അനുസരിച്ച് ജീവിച്ചിരുന്ന ദമയന്തി എൻ്റെ കൂടെ ഈ വനത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വളരെ ദുഃഖകരമാണ്. എന്നാൽ അവളെ വിട്ടിട്ട് പോകാനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എങ്കിലും നളൻ പറഞ്ഞു, പ്രിയെ, ഇവിടെ ഒരു 4 കൂടുന്ന വഴി, പല വഴിക്കോട്ടും സഞ്ചരിക്കാവുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, പ്രിയെ, ഇവിടെ പല വഴികൾ നീ കാണുന്നില്ലേ? ഒന്ന് അവന്തിയിലേക്കുള്ള വഴി, ഒന്ന് ഋഷവാൻ പർവ്വതത്തിലൂടെ ദക്ഷിണ ഭാരതത്തിലേക്ക് പോകാനുള്ള വഴി, മറ്റൊന്ന് കോസലത്തിലേക്ക്. ഇതിലേതെങ്കിലും ഒരു വഴി നീ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോ ദമയന്തി പറഞ്ഞു, നാഥ, ഒരിക്കലും ഞാൻ അങ്ങയെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് സുഖത്തിലും ദുഃഖത്തിലും പതിയോടൊത്ത് സഞ്ചരിക്കേണ്ടവളാണ് ഭാര്യ. ഞാൻ ആ ധർമ്മം വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങയെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിന്നെ ഉപേക്ഷിച്ചു പോകാൻ താല്പര്യമില്ല എന്ന് നളൻ പറയുകയും അവര് വീണ്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സത്രത്തിന്റെ അടുത്ത് അവര് കിടന്നു ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് വീണ്ടും നളന്റെ മനസ്സിൽ, എന്തിനാണ് ഞാൻ അവളെ കൂടി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ദമയന്തി എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് ഉടുവസ്ത്രം പോലും ഇല്ല, മുക്കാലും നഗ്നനായ ആളാണ് അദ്ദേഹം. എന്ത് ചെയ്തു? ദമയന്തി ഉടുത്തിരുന്ന വസ്ത്രത്തിൽ നിന്ന് അവിടെ കിടന്നിരുന്ന ഒരു പഴയ ഉറയൊന്നും ഇല്ലാതെ കിടന്ന വാളെടുത്ത് കുറച്ച് വസ്ത്രം കീറിയെടുത്ത് തന്നെത്താനെ ഉടുത്തുകൊണ്ട് അവിടുന്ന് വനത്തിലേക്ക് നടന്നുപോയി. പാവം ദമയന്തി ഉണർന്നു നോക്കിയപ്പോൾ നളനെ കാണാനില്ല. ദമയന്തി വളരെ പരിഭ്രാന്തിയോടുകൂടി ആ വനപ്രദേശങ്ങളിലെല്ലാം ഓടി നടന്നു. എവിടെയാണ് എൻ്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി നടന്ന് ഒരു ഉഗ്രമായ വനത്തിലെത്തി. ആ വനത്തില് അവളങ്ങനെ അവിടെ ഭ്രാന്തിയെ പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ഭ്രാന്തിയെ പോലെ നടന്ന ദമയന്തി ഒരു വലിയ പാമ്പിന്റെ മുമ്പിൽ അകപ്പെട്ടു. ആ പെരുമ്പാമ്പ് പതുക്കെ ദമയന്തിയെ വിഴുങ്ങാനായിട്ട് തുടങ്ങി. ആ സമയം ദമയന്തി അലറി വിളിച്ചു കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാട്ടാളൻ അവിടേക്ക് വന്നു. ആ കാട്ടാളൻ വന്നിട്ട് ആ പെരുമ്പാമ്പിനെ കൊന്ന് ദമയന്തിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് അവൾക്ക് വെള്ളവും ആഹാരവും എല്ലാം കൊടുത്തു. അതീവ സുന്ദരിയായ ദമയന്തിയെ കണ്ടപ്പോൾ ആ കാട്ടാളന് അവളോട് പ്രിയം തോന്നി. അങ്ങനെ പ്രിയം തോന്നി അവളെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് അകപ്പെടുത്തണം എന്ന്, തന്നോട് അടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം ആ കാട്ടാളനുണ്ടായി. അയാൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പറഞ്ഞിട്ടും ദമയന്തി വഴങ്ങിയില്ല. അവസാനം അയാൾ ബലാത്കാരമായി ദമയന്തിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ദമയന്തി അയാളെ ശപിച്ച് അയാളെ വധിച്ചു. അവിടുന്ന് വീണ്ടും ഇങ്ങനെ ഭ്രാന്തിയെ പോലെ അലഞ്ഞ് നടക്കാൻ തുടങ്ങി. വീണ്ടും ദമയന്തി വനത്തിലൂടെ അലഞ്ഞു നടന്ന്
ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലെ മഹർഷിമാരോട് തന്റെ ദയനീയാവസ്ഥയൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ദിവ്യദൃഷ്ടി കൊണ്ട് ദമയന്തിക്കും നളനും ഒത്തുചേരൽ ഉണ്ടാകുമെന്നും നല്ല ഒരു യശസ്സോടുകൂടി രാജ്യഭരണം ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഏതായാലും ദമയന്തി അവിടുന്ന് തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് അവൾ ഒരു സായാഹ്നത്തിൽ ചേതി രാജാവായ സുബാഹുവിന്റെ രാജധാനിയിൽ എത്തിച്ചേർന്നു. അപ്പൊ ആ രാജധാനിയുടെ അടുത്തൂടെയുള്ള രാജവീതിയിലൂടെ അവള് ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നടന്നു. കുട്ടികളൊക്കെ അവളുടെ പുറകെ നടന്ന് കല്ലെറിയുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് രാജമാതാവ് അവളെ കണ്ട ഉടനെ തന്നെ ഒരു ആളെ വിട്ട്, ഒരു തോഴിയെ വിട്ട് അവളെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ദമയന്തി അവിടെ എത്തിയപ്പോ ആ രാജമാതാവ് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവള് പേരൊന്നും പറയാതെ തന്നെ ഇങ്ങനെ തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറഞ്ഞു. ശരി, നീ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളൂ, സന്തോഷത്തോടെ നീ എന്റെ മകളായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദമയന്തി അവിടെ താമസമാക്കി. നളനാണെങ്കിലോ അങ്ങനെ വനത്തിലൂടെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ഒരിടത്ത് അഗ്നി ആളിപ്പടരുന്നത് കണ്ടു. അപ്പൊ അതിനകത്തുനിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടു. അപ്പോ പെട്ടെന്ന് തന്നെ നളൻ അവിടേക്ക് ചെന്നപ്പോൾ കാർക്കോടകൻ എന്ന് പറയുന്ന സർപ്പം ആ അഗ്നിയിൽ കിടക്കുകയാണ്. അപ്പൊ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, നളൻ പെട്ടെന്ന് തന്നെ കാർക്കോടകനെ ആ അഗ്നിയിൽ നിന്നെടുത്ത് മാറ്റിയിട്ടു. അപ്പൊ കാർക്കോടകൻ പറഞ്ഞു, ഞാൻ പണ്ട് ദേവർഷിയായ നാരദനെ വഞ്ചിച്ചു. അപ്പൊ അദ്ദേഹം എന്നെ ശപിച്ചിട്ട് നീ തീയിൽ കിടന്ന് വേവുക, നളൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തും എന്ന് ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങ് ഒരു കാര്യം ചെയ്യൂ, കുറച്ച് എണ്ണിക്കൊണ്ട് അടി വെച്ച് നടക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നളൻ എണ്ണിക്കൊണ്ട് കാൽപാദങ്ങളെ വെച്ച് മുന്നോട്ട് നടന്നു. അതിൽ ദശ എന്ന് നളൻ പറഞ്ഞപ്പോ ഈ കാർക്കോടകൻ നളനെ ദംശിച്ചു. ദശ എന്ന് പറഞ്ഞാൽ ദംശിക്കുക എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ അങ്ങനെ ദംശിച്ചു. ഉടൻ തന്നെ നളൻ ഒരു വൈരൂപ്യമുള്ള ആളായിട്ട് മാറി. അപ്പൊ കാർക്കോടകൻ പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അങ്ങയുടെ സ്വന്തം രൂപം എപ്പോഴാണോ അങ്ങയ്ക്ക് വേണമെന്ന് തോന്നുന്നത് ആ സന്ദർഭത്തിൽ ഞാൻ തരുന്ന ഈ ദിവ്യ വസ്ത്രം അങ്ങ് ഉടുത്താൽ മതി. അപ്പോൾ അങ്ങയ്ക്ക് അങ്ങയുടെ പഴയ യുവ കോമള ഗാത്രമായിട്ടുള്ള ശരീരം കിട്ടും എന്ന് പറഞ്ഞ് കാർക്കോടകൻ അപ്രത്യക്ഷപ്പെട്ടു. നളൻ വീണ്ടും ഇങ്ങനെ നടന്നു. എന്നിട്ട് കാർക്കോടകൻ ഇത്രയും കൂടെ പറഞ്ഞു, അങ്ങ് ഇവിടുന്ന് നടന്ന് അയോധ്യയിൽ ചെല്ലണം. അവിടെ ഋതുപർണൻ എന്ന് പറയുന്ന രാജാവുണ്ട്. അദ്ദേഹം ചൂതുകളിയിൽ ഭയങ്കര വൈഭവമുള്ള ആളാണ്. അദ്ദേഹം അതിന്റെ രഹസ്യം അങ്ങേക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ അക്ഷഹൃദയ മന്ത്രവും അദ്ദേഹം പറഞ്ഞു തരും. അപ്പൊ ആ രാജാവിന്റെ അടുത്ത് അങ്ങ് വേറൊരു പേര് സ്വീകരിച്ചുകൊണ്ട് വേണം പോകാൻ. ബാഹുകൻ എന്ന പേര് അങ്ങ് സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ കാർക്കോടകൻ അപ്രത്യക്ഷനായി. ഈ നളൻ അയോധ്യയിൽ ചെന്ന് ഋതുപർണ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്ക് വളരെ വേഗത്തിൽ കുതിരകളെ പൂട്ടി രഥം പായിക്കാൻ അറിയാം. എനിക്ക് നല്ല സ്വാദേറിയ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഗണിതശാസ്ത്രത്തിൽ ഞാൻ വിദഗ്ധനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കുതിരാലയത്തിന്റെ ചുമതലക്കാരനായിക്കോളൂ. അവിടെ വാഷ്ണയൻ എന്ന് പറയുന്ന ഒരു തേരാളിയും കൂടിയുണ്ട്. വാഷ്ണയൻ നിന്റെ താഴെ നിന്നെ സഹായിക്കാനായിട്ടുള്ള സേവകനായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അങ്ങനെ അദ്ദേഹം അവിടെ അപ്പൊ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം, അതായത് എനിക്ക് ഇത് തരണം, മാസം തോറും എനിക്ക് ശമ്പളം എന്നല്ല അതിന് പറയുന്നത്, മാസം തോറും ഒരു തുക എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശരി, നിനക്ക് വേതനം തരാം
10,000 സ്വർണ്ണ നാണയങ്ങൾ മാസം തോറും തരാം എന്ന് പറഞ്ഞ് ഋതുപർണ രാജാവിന്റെ കുതിരാലയത്തിന്റെ മേധാവിയായിട്ട് ബാഹുകൻ താമസം തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസം താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നളരാജാവ് രാജ്യഭ്രഷ്ടനായി പത്നിയോടൊപ്പം കാട്ടിലേക്ക് പോയെന്ന് ദമയന്തിയുടെ പിതാവായ ഭീമകൻ അറിഞ്ഞു. അദ്ദേഹം അത് അറിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹം 4 പാടും ബ്രാഹ്മണരെ അയച്ചു തന്റെ മകളെയും മരുമകനെയും കണ്ടെത്താൻ വേണ്ടി. കാരണം കുട്ടികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ സുരക്ഷിതരായിട്ടുണ്ട്, എന്നാൽ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ അദ്ദേഹം ധാരാളം ബ്രാഹ്മണരെ അയച്ചു. അവർക്ക് ഒരുപാട് സമ്മാനങ്ങളും പറഞ്ഞു. 1000 പശുക്കള്, ഗ്രാമം, സ്വർണം എല്ലാം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് പല സ്ഥലത്ത് അന്വേഷിച്ചു നടന്നു. അക്കൂട്ടത്തില് സുദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാള് ചേതി രാജ്യത്ത് ചെന്നു. അവിടെ ഒരു ദിവസം വലിയ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പൂജാ സമയത്ത് തോഴിയാണെങ്കിലും തന്റെ മകളെ പോലെ തന്നെ രാജമാതാവ് കരുതിയിരുന്നു ദമയന്തിയെ. അങ്ങനെ ദമയന്തിയും സുനന്ദ എന്ന് പറയുന്ന അവരുടെ മകളും കൂടെ അവിടെ ഈ പൂജ നടക്കുന്ന സമയത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സുദേവൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ ഇവരെ കണ്ടു, ദമയന്തിയെ കണ്ടു. ദമയന്തിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ലയോ ദമയന്തി, ഞാൻ നിന്റെ സഹോദരന്റെ കൂട്ടുകാരനാണ്, സുഹൃത്താണ്. ഉടനെ ദമയന്തിയോട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ തന്റെ മക്കള് സുഖമായിട്ടിരിക്കുന്നു, പിതാവ് സുഖമായിട്ടിരിക്കുന്നു, സഹോദരങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കഥകളൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എന്താണ് നിന്റെ വിശേഷം എന്ന് ചോദിക്കും. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് തന്നെയാണ് ദമയന്തി കരഞ്ഞു. ഉടനെ തന്നെ സുനന്ദ അത് രാജമാതാവിനെ അറിയിച്ചു. രാജമാതാവ് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ രാജമാതാവ് പറഞ്ഞു, ദമയന്തി, നീ എന്റെ സഹോദരിയുടെ പുത്രിയാണ്. ദശാർണ രാജ്യത്തിലെ രാജാവായ സുദാമാവിന്റെ പുത്രിമാരാണ് ഞാനും നിന്റെ അമ്മയും. അപ്പോ എന്റെ അച്ഛന്റെ കൊട്ടാരത്തിലാണ് നീ പിറന്നത്, അതുകൊണ്ട് ഈ കൊട്ടാരവും നിന്റെ സ്വന്തം തന്നെയാണ്. അപ്പൊ വളരെ സന്തോഷവതിയായി ദമയന്തിയെ അത്യാഡംബരപൂർവമായി പല്ലക്കിൽ പട്ടാളക്കാരുടെയൊക്കെ അകമ്പടിയോട് കൂടി വിദർഭ രാജ്യത്തിലേക്ക് അയച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ദമയന്തി കൊട്ടാരത്തിൽ വന്നു. അച്ഛനും മകളെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അങ്ങനെ അവിടെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഭർത്താവായ നളരാജാവിനെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമക രാജാവ് ബ്രാഹ്മണരെ പല ദേശത്തേക്കും വിട്ടു. അങ്ങനെ പലരും പർണാദൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അന്വേഷിച്ച് അയോധ്യ രാജ്യത്തെത്തി രാജ്യസഭയിൽ ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കഥ പറഞ്ഞപ്പോ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ പർണാദൻ വെളിയിൽ ഇറങ്ങിയപ്പോ ഈ ബാഹുകൻ അയാളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ബാഹുകന്റെ സംസാരത്തിൽ നിന്ന് എന്തോ സംശയം തോന്നി. ഈ പർണാദൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ നേരെ ദമയന്തിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഒരാളിനെ കണ്ട കാര്യം പറഞ്ഞു. ഉടൻ തന്നെ ദമയന്തി പഴയ സുദേവനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങേ പെട്ടെന്ന് തന്നെ അയോധ്യയിൽ ചെന്ന് ഋതുപർണ രാജാവിനോട് നാളെ തന്നെ എൻ്റെ സ്വയംവരം സൂര്യോദയത്തിന് നടക്കും, 2ാം സ്വയംവരം, നളനെ പറ്റി ഒരു വിവരമില്ല, അതുകൊണ്ട് 2ാം സ്വയംവരം നടക്കും എന്നൊന്ന് ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സുദേവൻ അവിടെ ചെന്നിട്ട് ഋതുപർണ രാജാവിനോട് പറഞ്ഞു, നാളെ ദമയന്തി പുലർകാലത്തിൽ ദമയന്തിയുടെ 2ാം വിവാഹമാണ്. അപ്പൊ ഒരു തരത്തിൽ ആ സമയം കൊണ്ട് വിദർഭ രാജ്യത്ത് എത്താൻ കഴിയില്ല. അപ്പൊ ദമയന്തിക്ക് അറിയാം നളന് ഈ അശ്വഹൃദയ മന്ത്രം അറിയാവുന്ന, അതായത് അശ്വത്തെ പറവകളെ പോലെ പറപ്പിക്കാനുള്ള, അതായത് വളരെ വേഗത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ദമയന്തി പറഞ്ഞു ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സുദേവൻ ഋതുപർണ രാജാവിനോട് പറഞ്ഞു, നാളെ പുലർകാലത്തിൽ ദമയന്തിയുടെ 2ാം സ്വയംവരമാണ്. ഇത് കേട്ട ഉടനെ ഋതുപർണ രാജാവ് ബാഹുകനെയും വാഷ്ണേനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ തന്നെ നമുക്ക് പോണം, വിദർഭ രാജ്യത്തിലേക്ക് പോണം, ദമയന്തിയുടെ 2ാം വിവാഹമാണ് എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു ശരി നമുക്കിപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞ് ഏറ്റവും മിടുക്കരായ 4 കുതിരകളെ പൂട്ടി രഥം റെഡിയാക്കി ഋതുപർണനും ബാഹുകനും വാഷ്ണേയനും കൂടി വിദർഭ രാജ്യത്തേക്ക് തിരിച്ചു. പറവകളെ പോലെ രഥം പറപ്പിച്ചാണ് മുന്നോട്ട് പൊക്കോണ്ടിരുന്നത് ബാഹുകൻ. ആ സമയം ഋതുപർണ രാജാവിന്റെ ഉത്തരീയം താഴെ വീണു. ഉടനെ പറഞ്ഞു അയ്യോ എന്റെ ഉത്തരീയം താഴെ വീണു, അത് പെട്ടെന്ന് ഇപ്പൊ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പം എടുക്കാൻ പറ്റില്ല, നമ്മൾ 1 യോജന മുന്നേ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 1 യോജന മുന്നേ എത്തിക്കഴിഞ്ഞപ്പോ വാഷ്ണേയനെ കൊണ്ട് ഉത്തരീയം എടുക്കാൻ കഴിയില്ല. അപ്പോ രാജാവ് പറഞ്ഞു നീ ഈ നിൽക്കുന്ന താന്നി മരത്തിൽ നോക്കൂ, അതിന്റെ ഇലകളും കായ്കളും എണ്ണി ഞാൻ എണ്ണം പറയാം. എന്നിട്ട് രാജാവ് ആ എണ്ണം പറഞ്ഞു. ഉടൻ തന്നെ ബാഹുകൻ പറഞ്ഞു ഞാൻ ഈ മരം മുറിച്ച് ഇതിന്റെ കായ്കളും ഇലകളും ഒക്കെ എണ്ണി നോക്കാന്ന് പറഞ്ഞു. എണ്ണി നോക്കിയപ്പോ രാജാവ് പറഞ്ഞ കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നെയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു നിനക്ക് ഞാൻ അശ്വഹൃദയ മന്ത്രം പറഞ്ഞു തരാം. അപ്പൊ ബാഹുകൻ പറഞ്ഞു ഞാൻ അങ്ങേക്ക് അശ്വഹൃദയ മന്ത്രം പറഞ്ഞു തരാം. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിലേക്ക്. എല്ലാവർക്കും നമസ്കാരം.